ഹായ് ഗായ്സ്, എല്ലാവർക്കും KK ഫ്ലൈയിങ് ബേർഡ്സ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ഒരു സ്റ്റോറിയുടെ ഔട്ട്ലൈൻ നൽകിയാൽ നമ്മൾ എങ്ങനെ അതിനെ ഒരു കഥയാക്കണം അതാണ് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും. പബ്ലിക് എക്സാമിന് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു. 15 മാർക്കിനാണ്, നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പോയിന്റ്സ് ടു റിമെമ്പർ എന്ന് പറഞ്ഞിട്ട് കഥ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ യൂസ്ഫുൾ എക്സ്പ്രഷൻസ്, കഥ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സെൻറ്റൻസുകൾ നൽകിയിട്ടുണ്ട്. പിന്നെ ഒരു എക്സാമ്പിൾ, ആ എക്സാമ്പിളിൽ ഞാൻ യൂസ്ഫുൾ എക്സ്പ്രഷൻസിൽ നിന്നും എടുത്ത സെൻറ്റൻസുകൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം പോയിന്റ്സ് ടു റിമെമ്പർ വരുന്ന കാര്യങ്ങൾ നോക്കാം. ക്യാച്ചി ടൈറ്റിൽ, ഒരു കഥ നമ്മൾ പരീക്ഷയ്ക്ക് ഡെവലപ്പ് ചെയ്ത് എഴുതാൻ ചോദിച്ചാൽ ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ട ഒരു കാര്യമാണ് നല്ലൊരു തലക്കെട്ട്, അതിന് മാർക്കുണ്ട്. ദെൻ ഡെവലപ്പ് ദ ഹിൻസ്, നമുക്ക് കഥയുടെ ഔട്ട്ലൈൻ നൽകിയിരിക്കും. ആ ഔട്ട്ലൈനിനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് നല്ലൊരു കഥ തയ്യാറാക്കണം. ദെൻ പാരഗ്രാഫ്സ്, ഇപ്പോൾ 15 മാർക്സിനാണ് ചോദിക്കുന്നതെങ്കിൽ പാരഗ്രാഫ് വൈസ് എഴുതണം. ദെൻ in a paragraph, begin the sentence with a noun or first person pronoun, that is I and we. പിന്നെ ഒരു പാരഗ്രാഫ് തുടങ്ങുമ്പോൾ തുടക്കത്തിൽ നമ്മൾ നൗണോ അല്ലെങ്കിൽ ഫസ്റ്റ് പേഴ്സൺ പ്രോണൗണോ ഉപയോഗിക്കാം. നൗൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരു വ്യക്തിയുടെ പേരോ സ്ഥലമോ അല്ലെങ്കിൽ സാധനത്തിൻ്റെ പേരോ. അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ പ്രോണൗൺ എന്ന് പറയുന്നത് ഐയും വിയും ആണ്. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, വി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ. ചില കഥ തുടങ്ങുമ്പോൾ നമ്മൾ ഐ വെച്ച് തുടങ്ങാറുണ്ടല്ലോ, അതുപോലെ വിയും വെച്ച് തുടങ്ങാറുണ്ട്. ദെൻ യൂസ് സബ്ജക്റ്റീവ് പ്രോണൗൺസ് ഐ, വി, യു, ഹി, ഷീ, ദേ ആൻഡ് ഇറ്റ് അറ്റ് ദി ബിഗിനിങ് ഓഫ് ദ ഫോളോയിങ് സെന്റൻസസ് വെൻ ഇറ്റ് ഈസ് നെസസറി. അപ്പോൾ ഒരു പാരഗ്രാഫിന്റെ തുടക്കത്തിൽ നമ്മൾ നൗണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അടുത്ത സെന്റൻസുകളിൽ നമ്മൾ അതിൻ്റെ സർവനാമം ഉപയോഗിച്ചാൽ മതി. സബ്ജക്റ്റീവ് പ്രോണൗൺസ് ആണ് ഐ ഞാൻ, വി നമ്മൾ, യു നീ അല്ലെങ്കിൽ നിങ്ങൾ, ഹി അവൻ, ഷീ അവൾ, ദേ അവർ, ഇറ്റ് അത്. ഞാനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിങ്കി വെന്റ് ടു ദ പാർക്ക്, പിങ്കി പാർക്കിൽ പോയി. ഷീ സോ എ ബ്യൂട്ടിഫുൾ ബേർഡ്, അവൾ മനോഹരമായ ഒരു പക്ഷിയെ കണ്ടു. ഈ സെന്റൻസിൽ ഫസ്റ്റ് നമ്മൾ പിങ്കി എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. രണ്ടാമത്തെ സെന്റൻസിൽ നമ്മൾ പിങ്കിക്ക് പകരം സർവനാമമായ ഷീ ആണ് ഉപയോഗിച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഷീക്ക് പകരം പിങ്കി സോ എ ബ്യൂട്ടിഫുൾ ബേർഡ് എന്ന് എഴുതിയാൽ ആ സെന്റൻസിന്റെ ഒരു ഭംഗി പോവില്ലേ? അടുത്ത സെന്റൻസ് നോക്കിക്കേ, ഷീ വാണ്ടഡ് ടു ടച്ച് ഇറ്റ്, അവൾക്ക് അതിനെ തൊടണമെന്നുണ്ട്. അവിടെ ഷീക്കും ഇറ്റിനും പകരം നമ്മൾ ഇപ്പോൾ പിങ്കി വാണ്ടഡ് ടു ടച്ച് ദ ബ്യൂട്ടിഫുൾ ബേർഡ് എന്ന് കൊടുത്തിരുന്നെങ്കിലോ, നമ്മൾ എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഒരു ഭംഗിക്കുറവില്ലേ? ഒന്ന് നോക്കിക്കേ, പിങ്കി വെന്റ് ടു ദ പാർക്ക്, പിങ്കി സോ എ ബ്യൂട്ടിഫുൾ ബേർഡ്, പിങ്കി വാണ്ടഡ് ടു ടച്ച് ദ ബേർഡ്. അങ്ങനെ വരുമ്പോഴേ ഒരു റെപ്പറ്റീഷനൊക്കെ വരില്ലേ? അതുകൊണ്ടാണ് നമ്മൾ അതിന് പകരം അതിനനുസരിച്ചിട്ടുള്ള പ്രോനൗൺസ് ഉപയോഗിക്കുന്നത്. അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. യൂസ് പാസ്റ്റ് ടെൻസ്, നിങ്ങൾ കഥകൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, മുമ്പ് നടന്നതായിട്ടാണ് ഇങ്ങനെ കഥകൾ എഴുതുന്നത്. പിന്നെ നമ്മൾ ഡയറക്റ്റ് സ്പീച്ച് ഉപയോഗിക്കുമ്പോൾ അവിടെ പ്രസന്റ് ടെൻസ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അവിടെ നമുക്ക് ഫ്യൂച്ചർ ടെൻസ് എല്ലാം ഉപയോഗിക്കാം. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫിക്ഷണൽ. ഫിക്ഷണൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇങ്ങനെ ഒരു കഥയുടെ ഔട്ട്ലൈൻ നൽകുമ്പോൾ സയൻറ്റിഫിക് ആയിട്ട് നമ്മൾ എഴുതാൻ പാടില്ല. അത് വായിക്കുമ്പോൾ നമുക്കതൊരു കഥയായിട്ട് തോന്നണം. നമ്മുടെ ക്രിയേറ്റിവിറ്റിയും കൂടെ അതിൽ വരണം. അടുത്ത് ക്യാൻ യൂസ് ഡയറക്റ്റ് സ്പീച്ച്, നമുക്ക് കഥകളിൽ ഡയറക്റ്റ് സ്പീച്ച് ഉപയോഗിക്കാം. അതിന് എക്സാമ്പിളാണ് ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ റിപ്പോർട്ട് സ്പീച്ച് പഠിച്ചവരായിരിക്കും, അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് സ്പീച്ച് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്താണെന്ന് അറിയായിരിക്കും. ഇപ്പോൾ ഇവിടെ എക്സാമ്പിളിൽ അത് ഡയറക്റ്റ് സ്പീച്ചാണ്. ഹി സെഡ് ഐ ഈറ്റ് ദ ഫുഡ്, അവൻ പറഞ്ഞു ഞാൻ ആഹാരം കഴിക്കും. ഇങ്ങനെയൊക്കെ നമുക്ക് കഥകളുടെ ഇടയിൽ ഓരോരുത്തർ പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് എഴുതാം. ഡയറക്റ്റ് സ്പീച്ച് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഹി സെഡ് എന്നോ ഹി ടോൾഡ് എന്നോ പറഞ്ഞിട്ട് കോമ ഇട്ടിട്ട് കോട്ടിൻ്റെ അകത്ത് വേണം ഒരാൾ പറഞ്ഞ കാര്യം എഴുതാൻ. അപ്പോൾ ഈ കോട്ടിൻ്റെ അകത്ത് നമുക്ക് പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ് ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് യൂസ്ഫുൾ എക്സ്പ്രഷൻസ് നോക്കാം. ആദ്യം ഒരു കഥ
തുടങ്ങുമ്പോൾ നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാം, അതാണ് ഞാനിവിടെ ഇൻട്രൊഡക്ഷനിൽ കൊടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ കഥ തുടങ്ങുമ്പോൾ നമുക്കിങ്ങനെ എഴുതാം: വൺസ് there lived ഡാഷ് ആൻഡ് എ ബ്യൂട്ടിഫുൾ സിറ്റി ഓർ വില്ലേജ്. ഒരിക്കൽ ഇന്ന ആള് മനോഹരമായ നഗരത്തിൽ അല്ലെങ്കിൽ ഗ്രാമത്തിൽ താമസിച്ചിരുന്നു. അല്ലെങ്കിൽ നമുക്ക് ഒരു കഥ തുടങ്ങുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന വേറൊരു സെൻറ്റൻസാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഡേ. മനോഹരമായൊരു ദിവസമായിരുന്നു ഇത്. ഡാഷ് റൈറ്റ് ദ നെയിം ലുക്ക്ഡ് അറ്റ് ദ സ്കൈ. ഇന്നാള് ആകാശത്തിൽ നോക്കി. ദ സൺ വാസ് ഷൈനിങ് ബ്രൈറ്റ്ലി. സൂര്യൻ ആകാശത്ത് ഭയങ്കരമായിട്ട് തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെൻറ്റൻസ് വെച്ചൊരു കഥ തുടങ്ങാം. ഞാനിവിടെ ജസ്റ്റ് നൽകിയെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരു കഥയിൽ ക്യാരക്ടേഴ്സിനെ അവതരിപ്പിക്കുമ്പോൾ അവരുടെ ഫിസിക്കൽ ഫീച്ചേഴ്സും കൂടെ ഉൾപ്പെടുത്തണം. ക്യാരക്ടറിന് എത്ര വയസ്സായി, പിന്നെ എന്താണ് ഹെയർ സ്റ്റൈൽ പറയാം, പിന്നെ ക്യാരക്ടറിൻ്റെ ഡ്രസ്സ്, പിന്നെ ടോളാണോ ലീനാണോ പൊക്കമുണ്ടോ ഉണക്കയാണോ ഷോർട്ടാണോ, ഇതൊക്കെ നമുക്ക് മെൻഷൻ ചെയ്യാം. അപ്പം ഞാനിവിടെ ബോയ് ഗേളെന്നും പറഞ്ഞിട്ട് ഫിസിക്കൽ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ദ ബോയ് ഹു വാസ് 10 years old ഹാഡ് സ്പാർക്ലിംഗ് ഐസ്. ആ ആൺകുട്ടിക്ക് 10 വയസ്സായിരുന്നു. അവന് തിളങ്ങുന്ന കണ്ണുകൾ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ക്യാരക്ടറിനെ നൽകുമ്പോൾ ആ ബോയ്ക്ക് പകരം ക്യാരക്ടറിൻ്റെ പേര് എഴുതാം. ഹി ഹാഡ് എ യുണീക്ക് ഹെയർ സ്റ്റൈൽ. അവന് വ്യത്യസ്തമായൊരു ഹെയർ സ്റ്റൈൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഷോർട്ട് ഹെയർ ഒക്കെ യൂസ് ചെയ്യാം. ഹി വാസ് ടോൾ ആൻഡ് ലീൻ. അത് നല്ല പൊക്കം ഉണ്ടായിരുന്നു, അതുപോലെ ഉണക്കയായിരുന്നു. ഹി വാസ് വിയറിംഗ് എ യെല്ലോ ടീഷർട്ട് ആൻഡ് ബ്ലൂ പാൻസ്. അവൻ മഞ്ഞ കളറിലെ ഒരു ടീഷർട്ടും നീല നിറത്തിലെ പാൻറ്റുകളും ധരിച്ചിരുന്നു. അടുത്തൊരു പെൺകുട്ടിക്കാണെങ്കിൽ ദ ഗേൾ ഹു വാസ് 12 years old ഹാഡ് ബ്രൈറ്റ് ഐസ്. പെൺകുട്ടിക്ക് 12 വയസ്സായിരുന്നു. തിളങ്ങുന്ന കണ്ണുകളായിരുന്നു അവൾക്ക്. മുതിർന്നവർക്കാണെങ്കിൽ അവരുടെ പേര് എഴുതുക, അവിടെ ഏജ് എഴുതുക. ഷീ ഹാഡ് ലോങ് ഓർ ഷോർട്ട് ഹെയർ. അവൾക്ക് നീണ്ട അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കുറച്ച് മുടി ഉണ്ടായിരുന്നുള്ളൂ. ഷി വാസ് വിയറിംഗ് എ ഫ്രോക്ക് ഓർ എ ഗൗൺ ഓർ എ ചുരിദാർ. അവൾ ഒരു ഫ്രോക്കോ അല്ലെങ്കിൽ ഗൗണോ അല്ലെങ്കിൽ ചുരിദാറോ ധരിച്ചിട്ടുണ്ട്. ഇപ്പോൾ മുതിർന്ന ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് സാരി ഓപ്റ്റ് ചെയ്യാം, സാരി ഓർ ചുരിദാർ. അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ക്വാളിറ്റീസ് ഓഫ് ദ ക്യാരക്ടർ. ഓരോ ക്യാരക്ടറിനും ഓരോ ഗുണങ്ങളുണ്ടായിരിക്കും. അത് പറ്റുന്നിടത്തൊക്കെ മെൻഷൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഞാനിവിടെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഹീം ഷീം വെച്ചിട്ടാണ് ഇവിടെ ക്വാളിറ്റീസ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഹി വാസ് അപ്രോച്ചബിൾ ആൻഡ് ഫ്രണ്ട്ലി. അവനോട് ഇടപഴകാനും പറ്റും, അതുപോലെ വളരെ സൗഹൃദത്തോടു കൂടിയാണ് പെരുമാറുന്നത്. ഷീ കെപ്റ്റ് അലൂഫ്നെസ് ഫ്രം അതേഴ്സ്. അവൾ മറ്റുള്ളവരിൽ നിന്ന് ഒഴിഞ്ഞു മാറിയാണ് നടക്കുന്നത്. ഹി വാസ് ലോൺലി. അവൻ ഒറ്റപ്പെട്ടാണ് ഇരിക്കുന്നത്. ഷീ വാസ് വെരി ടോക്കറ്റീവ്. അവൾ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഒരു പ്രകൃതക്കാരിയാണ്. ഹി വാസ് ആക്റ്റീവ്. അവൻ ഭയങ്കര ചുറുചുറുക്കുള്ള ഒരു വ്യക്തിയാണ്. ഷീ വാസ് അലോൺ. അവൾ ഒറ്റയ്ക്കാണ്. ടു എക്സ്പ്രസ് ഹാപ്പിനെസ്. ഒരു കഥയിൽ സന്തോഷം പ്രകടിപ്പിക്കാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സെൻറ്റൻസുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഹാപ്പിനെസ് ക്യാൻ ഹീൽ വൺസ് പെയിൻ. സന്തോഷത്തിന് ഒരാളുടെ വിഷമങ്ങൾ മാറ്റാൻ സാധിക്കും. ഷീ വാസ് ഡിലൈറ്റഡ്. ഷീ വാസ് ഹാപ്പി. ഷീ ഓവർജോയ്ഡ്. ഇതിനൊക്കെ ഏകദേശം ഒരേ മീനിങ് ആണ്. അവൾക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് സാഡ്നെസ് വന്നാൽ അത് കഥയിൽ എങ്ങനെ പ്രകടിപ്പിക്കാം, അതിനുള്ള സെൻറ്റൻസുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടു എക്സ്പ്രസ് സാഡ്നെസ്. വെൻ യു ആർ സാഡ് യു ഇൻഫ്ലിക്റ്റ് പെയിൻ ഓൺ യുവർ മൈൻഡ്. നിങ്ങൾ വിഷമിച്ചിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനാണ് വേദനകൾ നൽകുന്നത്. ഈ സെൻറ്റൻസിൽ ഞാൻ പ്രസൻറ്റ് ടെൻസാണ് ഉപയോഗിച്ചത്, കാരണം ഇതൊരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് ആയതുകൊണ്ടാണ്. ദെൻ ഷീ വാസ് സാഡ്. അവൾക്ക് വിഷമമുണ്ടായിരുന്നു. ഷീ വാസ് മിസറബിൾ. അവൾ ഭയങ്കര ദയനീയ അവസ്ഥയിലായിരുന്നു. ഹി വാസ് ഹേർട്ട്. അവന് നന്നായിട്ട് വേദനിച്ചു. ഷീ വാസ് ഇൻ അഗ്നി, സോ ഷീ ഡിഡ് നോട്ട് നോ വാട്ട് ടു ഡു. അവൾക്ക് തീവ്ര വേദന ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവൾക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. ഹി വാസ് ഇൻ പെയിൻ. അവന് വിഷമമുണ്ടായിരുന്നു. ഷീ വാസ് അൺഹാപ്പി. അവൾക്ക് സന്തോഷമില്ല. ഞാൻ ഒരുപാട് സെൻറ്റൻസുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്താൽ മതി. അടുത്ത് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ക്യാരക്ടേഴ്സ് ഇപ്പം എന്തെങ്കിലും കാര്യങ്ങൾ കേട്ട് ഞെട്ടുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സെൻറ്റൻസുകൾ. ടു എക്സ്പ്രസ് ഷോക്ക്. അതിൽ വരുന്നത് ഹി വാസ് അപ്പോൾഡ്. അവൻ പേടിച്ചു വരച്ചു. ഹി വാസ് ഷോക്ക്ഡ്. അവൻ ഞെട്ടി.
അടുത്ത് ടു എക്സ്പ്രസ് കൈൻഡ്നെസ്, ദയൊക്കെ കാണിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സെന്റൻസുകൾ. വി ഷുഡ് ഹെൽപ്പ് അതേഴ്സ് വിത്തൗട്ട് എക്സ്പെക്ടിങ് എനിത്തിങ് ഫ്രം ദം. മറ്റുള്ളവരിൽ നിന്നും ഒന്നും ആഗ്രഹിക്കാതെ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണം. കൈൻഡ്നെസ് ഈസ് എ ഗ്രേറ്റ് ആക്ട്. കൈൻഡ്നെസ് നല്ലൊരു പ്രവൃത്തിയാണ്. അടുത്ത സമയം നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ടു എക്സ്പ്രസ് ടൈം, ദ ടൈം വാസ് റണ്ണിങ്, സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. വി ഷുഡ് നോട്ട് ക്രൈ ഓവർ ദ ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റി, നമുക്ക് നഷ്ടപ്പെട്ട അവസരത്തിനെ കുറിച്ചോർത്ത് നമ്മൾ കരയാൻ പാടില്ല. ദെൻ ടു എക്സ്പ്രസ് എക്സൈറ്റ്മെൻറ്റ്, ക്യാരക്ടേഴ്സിന് ആവേശം വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സെൻറ്റൻസുകളാണ് അടുത്ത് കൊടുത്തിരിക്കുന്നത്. ഷീ വാസ് എക്സൈറ്റഡ്, ഹി വാസ് ത്രിൽഡ്. രണ്ടിന് ഏകദേശം ഒരേ അർത്ഥമാണ്. അവൾ അല്ലെങ്കിൽ അവന് ഭയങ്കര ആവേശം തോന്നി. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ടു എക്സ്പ്രസ് ബ്യൂട്ടി. കഥകളിലെ കഥാപാത്രങ്ങളുടെ ബ്യൂട്ടി അവതരിപ്പിക്കാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സെൻറ്റൻസുകൾ. പെൺകുട്ടികളുടെ ബ്യൂട്ടി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന സെൻറ്റൻസുകളാണ് ഈ രണ്ട് സെൻറ്റൻസുകൾ. ഷി വാസ് ബ്യൂട്ടിഫുൾ, അവൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഷി വാസ് പ്രെറ്റി, അവൾ നല്ല അട്രാക്റ്റീവ് ആയിരുന്നു. അടുത്ത ആൺകുട്ടികളുടെ ബ്യൂട്ടി എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന വേർഡല്ല യൂസ് ചെയ്യുന്നത്, ഹാൻഡ്സം ആണ്. ഹി വാസ് ഹാൻഡ്സം, നല്ല സുന്ദരനായിരുന്നു. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ബോയ്ക്കാണെങ്കിൽ ഹാൻഡ്സം, ഗേളിനാണെങ്കിൽ ബ്യൂട്ടിഫുൾ. ദെൻ ടു എക്സ്പ്രസ് വൺസ് എബിലിറ്റി ഓർ ടാലൻറ്റ്, ഒരാളുടെ കഴിവ് കാണിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സെൻറ്റൻസുകളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഷീ ഹാഡ് ടാലൻറ്റ്സ്, ഹി ഹാഡ് എബിലിറ്റീസ്. രണ്ടിനും ഏകദേശം സെയിം അർത്ഥമാണുള്ളത്. അവൾക്ക് അല്ലെങ്കിൽ അവന് നല്ല കഴിവുകൾ ഉണ്ടായിരുന്നു. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് കഥാപാത്രങ്ങൾക്ക് സമാധാനം, ദാറ്റ് ഈസ് പീസ്, ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഷീ നീഡഡ് പീസ് ഓഫ് മൈൻഡ്, അവൾക്ക് മനസ്സമാധാനം വേണമായിരുന്നു. ഹി ഏൺഡ് ഫോർ സൈലൻസ്, അവൻ നിശബ്ദതയ്ക്ക് വേണ്ടി ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു. അടുത്ത് ഡിസിഷൻസ്, കഥാപാത്രങ്ങൾ ഒരു തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സെന്റൻസുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഷീ മെയ്ഡ് അപ്പ് ഹർ മൈൻഡ്, അറ്റ് ലാസ്റ്റ് ഷീ ടുക്ക് എ ഡിസിഷൻ, അവൾ അവളുടെ മനസ്സിനെ പാകപ്പെടുത്തി അവസാനം അവൾ ഒരു തീരുമാനമെടുത്തു. ഹർ ഡിസിഷൻ വാസ് ഡാഷ്, അവളുടെ തീരുമാനം ഡാഷ്. അത് നമ്മൾ ചോദ്യത്തിനനുസരിച്ച് ഫിൽ ചെയ്യണം. ഷീ വാസ് ഡിറ്റർമിൻഡ് ടു ഡു ദിസ് ജോബ്, ഈ ജോലി ചെയ്യാൻ അവൾ തീരുമാനിച്ചു. അടുത്ത് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കാണുന്നത്. നിങ്ങൾക്കറിയാം കഥാപാത്രങ്ങൾ ഒരു കഥയിൽ സംസാരിക്കും. അപ്പോൾ നമുക്ക് അവരോട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. ഞാനിവിടെ 2 സ്ലൈഡ്സിലായിട്ട് കുറച്ച് ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഏതെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ കഥാപാത്രങ്ങൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ നമ്മൾ ഡയറക്റ്റ് സ്പീച്ചിൻ്റെ രീതിയിലാണ് എഴുതുന്നത്. എന്ന് പറയുമ്പോൾ ഹി ആസ്ക്ഡ്, കോമ കോട്ട്, അതിനകത്ത് ഈ ക്വസ്റ്റ്യൻ ചേർക്കണം. ഡു യു നീഡ് മൈ അഡ്വൈസ്, ദെൻ ക്വസ്റ്റ്യൻ മാർക്ക്, അൺകോട്ട്, ഫുൾ സ്റ്റോപ്പ്. ഓക്കെ, ആ ഒരു രീതിയിലാണ് എഴുതുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ടും നോക്കാം. ഡു യു നീഡ് മൈ അഡ്വൈസ്, നിനക്ക് എൻ്റെ ഉപദേശം വേണോ? ഡു യു നീഡ് മൈ ഹെൽപ്പ്, നിനക്ക് എൻ്റെ സഹായം വേണോ? വൈ ആർ യു വീപ്പിംഗ്, നീ എന്താ കരയുന്നത്? വൈ ആർ യു സാഡ്, എന്നാ നിനക്കൊരു വിഷമം? വൈ ആർ യു സിറ്റിംഗ് അലോൺ, നീ എന്താ ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കുന്നത്? വാട്ട് ഹാവ് യു ഡൺ, നീ എന്താ ചെയ്തത്? വാട്ട് ആർ യു ഡൂയിങ്, നീ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വാട്ട് ഈസ് യുവർ ഡിസിഷൻ, നിന്റെ തീരുമാനം എന്താണ്? ആർ യു ഹാപ്പി, നിനക്ക് സന്തോഷമുണ്ടോ? ഹൗ ആർ യു, നിനക്ക് സുഖമാണോ? ആർ യു ഓക്കെ, നീ ഓക്കെ ആണോ? വാട്ട് ഈസ് യുവർ നെയിം, നിന്റെ പേരെന്താ? അടുത്ത അതർ യൂസ്ഫുൾ എക്സ്പ്രഷൻസ്, നമുക്ക് കഥകളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റ് സെൻറ്റൻസുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഐ ഫെൽറ്റ് പ്രൗഡ്, എനിക്ക് ഭയങ്കര അഭിമാനം തോന്നി. ഇവിടെ ഞാൻ ഐ വെച്ചിട്ടാണ് മിക്കതും യൂസ് ചെയ്തിട്ടുള്ളത്. ഐ ലുക്ക്ഡ് അറൗണ്ട്, ഞാൻ ചുറ്റുപാടും ഒന്ന് നോക്കി. ഐ ലുക്ക്ഡ് അറ്റ് ഹിം, ഞാൻ അവനെ തന്നെ നോക്കി. ഇറ്റ് വാസ് ഹിസ് ഫോൾട്ട്, അത് അവൻ്റെ തെറ്റായിരുന്നു. ഐ വെൻറ്റ് ടുവേഴ്സ് ഹിം, ഞാൻ അവൻ്റെ അടുത്തേക്ക് പോയി. ഷീ ലേൺഡ് ഫ്രം ദ മിസ്റ്റേക്ക്, അവൾ തെറ്റിൽ നിന്നും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി. ദേ സ്കോൾഡഡ് ഹർ, അവർ അവളെ വഴക്കു പറഞ്ഞു. ലൈഫ് ഈസ് അൺപ്രഡിക്റ്റബിൾ, എനിത്തിങ് ക്യാൻ ഹാപ്പൻ അറ്റ് എനി ടൈം, ജീവിതത്തിനെ പറ്റി നമുക്കൊന്നും പറയാൻ പറ്റില്ല.
എന്തും ഏതു സമയവും സംഭവിക്കാം. ഐ ടോൾഡ് ഹിം ദ മാറ്റർ. ആ സംഭവത്തിനെ പറ്റി ഞാൻ അവനോട് പറഞ്ഞു. ദേ എൻകറേജ് ഹർ ടു ഡു ഡാഷ്. അവളെ ഇന്ന കാര്യം ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചു. അത് നമുക്ക് ചോദ്യത്തിനനുസരിച്ച് അവിടെ ഫിൽ ചെയ്യാൻ പറ്റൂ. ഹി പെയ്ഡ് നോ അറ്റൻഷൻ ടു ദെയർ വേർഡ്സ്. അവർ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും അയാൾ മൈൻഡ് ചെയ്തില്ല. ഷി ഫെൽറ്റ് സോറി ഫോർ ഹിം. അയാളുടെ അവസ്ഥയിൽ അവൾക്ക് വിഷമമുണ്ട്. ലിസൺ എവ്രി വൺ. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. അത് ഒരു ക്യാരക്ടർ ഒരു കൂട്ടം ആൾക്കാരെ വിളിക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെൻറ്റൻസ് ആണത്. ഐ വിൽ ടേക്ക് ആക്ഷൻ അഗെയിൻസ്റ്റ് ദം. അയാൾക്കെതിരെ ഞാൻ നടപടിയെടുക്കും. ഐ ഷുഡ് ഡു സംതിങ് ഫോർ ദം. അവർക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണം. ഇതൊക്കെ നമുക്ക് ക്യാരക്ടേഴ്സ് തമ്മിൽ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന സെൻറ്റൻസുകളാണ്. ഐ വാണ്ടഡ് ടു ഹെൽപ്പ് ഹിം. എനിക്ക് അയാളെ സഹായിക്കണമെന്നുണ്ട്. ഷി ത്രെറ്റൻഡ് ഹിം. അവൾ അവനെ ഭീഷണിപ്പെടുത്തി. ഷി താങ്ക്ഡ് ഹിം. അവൾ അവനോട് നന്ദി പറഞ്ഞു. ഷി അപ്പോളജൈസ്ഡ്. അവൾ മാപ്പ് പറഞ്ഞു. ഇനി നമുക്ക് ചില വേർഡ്സ് ചില സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ യൂസ് ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് നമുക്ക് ഈ വേർഡ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് കഥയിൽ ഉണ്ടാക്കാൻ പറ്റും. അറ്റ് ദ ടൈം. ആ സമയം ഡാഷ്. അത് നമ്മൾ ഫിൽ ചെയ്യണം. ഷി റിയലൈസ്ഡ് ഡാഷ്. അവൾക്ക് മനസ്സിലായി. അതെന്താണെന്ന് കഥയ്ക്കനുസരിച്ച് എഴുതാം. ഹി സെഡ്. അവൻ പറഞ്ഞു. കണ്ടോ, ഇവിടെ ഡയറക്റ്റ് സ്പീച്ചാണ് വന്നത്. കോമ കോട്ടിൻ്റെ അകത്ത് വേണം മാറ്റർ എഴുതാൻ. ഐ ആസ്ക്ഡ്. ഞാൻ ചോദിച്ചു. അറ്റ് ലാസ്റ്റ്. അവസാനം. ഓവിങ് ടു ദിസ് ഡാഷ്. ഈ കാരണം കൊണ്ട്. അതെന്താണെന്ന് കഥ വായിച്ചിട്ട് എഴുതണം. ആഫ്റ്റർ എ ഫ്യൂ മിനിറ്റ്സ്. കുറച്ച് സമയത്തിന് ശേഷം. ഇൻ എ ഷോർട്ട് വൈൽ. കുറച്ച് സമയത്തിനുള്ളിൽ. അപ്പോൾ യൂസ്ഫുൾ എക്സ്പ്രഷൻസ് ഇവിടെ കഴിഞ്ഞു. ഞാൻ ഓരോന്നിനും ഒരുപാട് എക്സ്പ്രഷൻസ് നൽകിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ടു എക്സ്പ്രസ് ഹാപ്പിനെസ്സിന് ഞാൻ 4 നൽകിയിട്ടുണ്ട്. നമ്മൾക്ക് ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്താൽ മതി. നമ്മൾ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ആ ഔട്ട്ലൈനിലെ സെൻറ്റൻസുകൾ നന്നായിട്ട് വായിക്കണം. എന്നിട്ട് എന്താണ് ക്യാരക്ടേഴ്സ് സാഡാണോ അവർ ഷോക്ക്ഡ് ആണോ അതൊക്കെ നമ്മൾ നോക്കി മനസ്സിലാക്കിയിട്ട് നമുക്ക് ഏതൊക്കെ സെൻറ്റൻസുകൾ ഉപയോഗിക്കാം. പിന്നെ ക്യാരക്ടേഴ്സിൻ്റെ പേര് പറയുമ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെ ഫിസിക്കൽ ഫീച്ചേഴ്സ് അവിടെ ഉൾപ്പെടുത്താം, എന്തൊക്കെ ക്വാളിറ്റീസ് ഉൾപ്പെടുത്താം, അതൊക്കെ നമ്മുടെ മനസ്സിൽ വേഗം വരണം. കാരണം 15 മാർക്കിനാണല്ലോ ഈ ക്വസ്റ്റ്യൻ വരുന്നത്. നമുക്ക് ഔട്ട്ലൈനിൽ വളരെ കുറച്ച് കാര്യങ്ങളല്ലേ കാണുകയുള്ളൂ. അപ്പോൾ 15 മാർക്കിൻ്റെ മാറ്റർ വേണം നമ്മുടെ പേപ്പറിൽ വരേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഈ ഔട്ട്ലൈൻ വളരെ നന്നായിട്ട് വായിച്ചിട്ട് ഓരോ കാര്യങ്ങളിലും നമ്മുടെ മനസ്സിൽ വരണം. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. ബേസ്ഡ് ഓൺ ദി ഔട്ട്ലൈൻ ഗിവൻ ബിലോ കൺസ്ട്രക്ട് എ സ്റ്റോറി. താഴെ തന്നിരിക്കുന്ന ഔട്ട്ലൈൻ വായിച്ച് മനസ്സിലാക്കിയിട്ട് ഒരു കഥ ഉണ്ടാക്കുക. ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് ഔട്ട്ലൈനും നൽകും. ഔട്ട്ലൈൻ നമുക്ക് നോക്കാം. ട്രാവലിംഗ് ബൈ ട്രെയിൻ. ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. ക്രൗഡഡ്. തിരക്കുണ്ട്. മദർ ആൻഡ് 2 ചിൽഡ്രൻ. അമ്മയും 2 കുട്ടികളും. അപ്പോൾ അവിടെ 3 ക്യാരക്ടേഴ്സ് വന്നു. ഏതൊക്കെ ക്യാരക്ടേഴ്സിന് ഫിസിക്കൽ ഫീച്ചേഴ്സ് കൊടുക്കണമെന്ന് നമ്മളിത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. എ ചൈൽഡ് ക്രൈങ്. ഒരു കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ കുട്ടി സാഡാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ സെൻറ്റൻസ് കൊടുക്കാമെന്ന് നമ്മുടെ മനസ്സിൽ ഈ ഹിൻഡ് വായിക്കുമ്പോൾ ഉണ്ടാകണം. നോ പ്ലേസ് ടു സിറ്റ്. ഇരിക്കാനൊരു സീറ്റുമില്ല. യു ആസ്ക് പാസഞ്ചേഴ്സ് ടു ഗിവ് അപ്പ് സീറ്റ്. നിങ്ങൾ യാത്രക്കാരോട് പറയുന്നു എന്താണ് സീറ്റ് ഇവർക്ക് കൊടുക്കാൻ. അപ്പം യു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഐ എന്ന് പറയുന്ന സബ്ജക്റ്റീവ് പ്രോനൗൺ യൂസ് ചെയ്ത് വേണം കഥ എഴുതാൻ. ദെൻ റെഫ്യൂസ്. പാസഞ്ചേഴ്സ് സമ്മതിക്കുന്നില്ല. ഫൈൻഡ് ദ ടിക്കറ്റ് എക്സാമിനർ. ടിക്കറ്റ് പരിശോധിക്കുന്ന ആളെ കണ്ടെത്തുന്നു. പീപ്പിൾ വിത്തൗട്ട് ടിക്കറ്റ്സ് ഹറിലി ഗെറ്റ് ഔട്ട്. ടിക്കറ്റ് ഇല്ലാത്തൊരു ഈ ടിക്കറ്റ് എക്സാമിനർ ടിക്കറ്റ് ചോദിക്കുമ്പോൾ അവിടെ നിന്ന് വേഗം പുറത്തു പോകുന്നു. വുമൺ ആൻഡ് ചിൽഡ്രൻ ഗെറ്റ് എ സീറ്റ്. ആ അമ്മയ്ക്കും കുട്ടികൾക്കും ഒരു സീറ്റ് കിട്ടുന്നു. താങ്ക് യു. അവർ നന്ദി പറയുന്നു. അവിടെയും ഒരാൾ നന്ദി പറയുമ്പോൾ നമ്മൾ എന്ത് എക്സ്പ്രഷൻ ഉപയോഗിക്കാം എന്ന് ചിന്തിക്കണം. യു ഫീൽ പ്രൗഡ്. നിങ്ങൾക്ക് അഭിമാനം തോന്നുന്നു.
അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ മനസ്സൊന്ന് കാമാക്കിയിട്ട് ഇവിടെ നമുക്ക് എന്തൊക്കെ ചേർക്കാം, ഇവിടെ എന്താണ് സംഭാഷണമൊക്കെ ചേർക്കേണ്ടി വരുമോ അതൊക്കെ ഒന്ന് ചിന്തിക്കണം. ഇനി നമുക്ക് ആൻസർ നോക്കാം. ഞാൻ ആൻസറിൽ യൂസ്ഫുൾ എക്സ്പ്രഷൻസിൽ നിന്ന് ഒരുപാട് സെൻറ്റൻസുകൾ യൂസ് ചെയ്തു. ഞാൻ ജസ്റ്റ് യൂസ് ചെയ്യുന്നേ ഉള്ളൂ. നമുക്ക് ഇങ്ങനെ ഒരു കഥ കിട്ടുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് ഐഡിയാസ് വരും. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തം സെൻറ്റൻസിലെല്ലാം എഴുതാം. എപ്പോഴും ഓർക്കേണ്ടത് മാർക്കിനനുസരിച്ച് നന്നായിട്ട് ആൻസേഴ്സ് എഴുതാൻ ശ്രദ്ധിക്കണം. അതുപോലെ ഗ്രാമർ മിസ്റ്റേക്കും സ്പെല്ലിംഗ് മിസ്റ്റേക്കും വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതൊക്കെ വന്നാൽ നമ്മുടെ മാർക്കിനെ ബാധിക്കും. ഇനി നമുക്ക് ആൻസർ നോക്കാം. അപ്പോൾ കഥ എഴുതുമ്പോൾ ആദ്യം നമ്മൾ എന്താ കൊടുക്കേണ്ടത്? ഒരു തലക്കെട്ട്. ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് എ ലിറ്റിൽ ആക്ട് ഓഫ് കൈൻഡ്നസ്, ഒരു ചെറിയ സഹായം ചെയ്തു. എന്നിട്ട് നമ്മൾ മാറ്റർ എഴുതുന്നു. ഫസ്റ്റ് നല്ലൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഡേ, വളരെ മനോഹരമായൊരു ദിവസമായിരുന്നു അത്. ഐ ലുക്ക്ഡ് അറ്റ് ദ സ്കൈ, ഞാൻ ആകാശത്തിൽ നോക്കി. ദ സൺ വാസ് ഷൈനിങ് ബ്രൈറ്റ്ലി, സൂര്യൻ ഭയങ്കരമായിട്ട് ആകാശത്ത് തിളങ്ങുന്നു. ഐ ഗോട്ട് റെഡി ടു ഗോ ഫോർ ദ ജോബ്, ജോലിക്ക് വേണ്ടി ഞാൻ പെട്ടെന്ന് റെഡിയായി. മൈ വർക്ക് പ്ലേസ് വാസ് ഫാർ അവേ ഫ്രം മൈ ഹോം, എൻ്റെ വീട്ടിൽ നിന്ന് വളരെയധികം ദൂരെയാണ് എൻ്റെ ജോലി സ്ഥലം. സോ ഐ വെന്റ് ടു ദ റെയിൽവേ സ്റ്റേഷൻ, അതുകൊണ്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയി. നൗ ഐ ആം ട്രാവലിംഗ് ബൈ ട്രെയിൻ, ഞാനിപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് ഹിന്ദിയിൽ ആദ്യം പറഞ്ഞത് ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു, പക്ഷെ നമ്മൾ നല്ലൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്ത് ആ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് അതിൽ കണക്ട് ചെയ്തു. നമ്മളതുപോലെ ഇങ്ങനെ കണക്ട് ചെയ്ത് എഴുതണം. അടുത്ത് നമുക്ക് നോക്കാം. ഇറ്റ് വാസ് ക്രൗഡഡ് വിത്ത് പീപ്പിൾ, അപ്പോൾ ആ ട്രെയിനിൽ ഭയങ്കര തിരക്കായിരുന്നു, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഐ കുഡ് നോട്ട് ഗെറ്റ് എ സീറ്റ് ടു സിറ്റ്, എനിക്ക് ഇരിക്കാൻ ഒരു സീറ്റ് പോലും കിട്ടിയില്ല. സോ ഐ വാസ് സ്റ്റാൻഡിങ്, ഞാനപ്പോൾ അവിടെ നിൽക്കുകയായിരുന്നു. ഐ ലുക്ക്ഡ് അറൗണ്ട്, ഞാൻ ചുറ്റും ഒന്ന് നോക്കി. ഐ സോ എ മദർ ആൻഡ് 2 ചിൽഡ്രൻ, ഞാനൊരു അമ്മയും 2 കുട്ടികളെയും കണ്ടു. ദ മദർ ഹു ഹാഡ് ബ്രൈറ്റ് ഐസ് ഹാഡ് ലോങ് ഹെയർ, അമ്മയ്ക്ക് നല്ല തിളങ്ങുന്ന കണ്ണുകൾ ഉണ്ടായിരുന്നു, അമ്മയ്ക്ക് നീണ്ട മുടിയും ഉണ്ടായിരുന്നു. ഷീ വാസ് വിയറിങ് എ സാരി, അമ്മ ഒരു സാരി ധരിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, അവിടെ ഞാൻ മദറിന്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് കൊടുത്തു. ഷീ ഹാഡ് എ ബോയ് ആൻഡ് എ ഗേൾ, അമ്മയ്ക്ക് ഒരു മകനും ഒരു മകളും ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ അവരുടെ ഫിസിക്കൽ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ദ ബോയ് ഹു വാസ് 3 years old had sparkling eyes, ആ മകന് 3 വയസ്സായിരുന്നു, അവനും തിളങ്ങുന്ന കണ്ണുകളുണ്ടായിരുന്നു. ഹി ഹാഡ് എ യുണീക്ക് ഹെയർ സ്റ്റൈൽ, അവന് വ്യത്യസ്തമായ ഒരു ഹെയർ സ്റ്റൈൽ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഹി വാസ് വിയറിംഗ് എ യെല്ലോ ടീഷർട്ട് ആൻഡ് ബ്ലൂ പാൻസ്, അവൻ മഞ്ഞ നിറത്തിലെ ഒരു ടീഷർട്ടും നീല നിറത്തിലെ പാൻറ്റുകളുമാണ് ധരിച്ചിരുന്നത്. ദ ഗേൾ ഹു വാസ് 6 years old had bright eyes, ആ മകൾക്ക് 6 വയസ്സായിരുന്നു, അവൾക്ക് തിളങ്ങുന്ന കണ്ണുകൾ ഉണ്ടായിരുന്നു. ഷീ ഹാഡ് ഷോർട്ട് ഹെയർ, അവൾക്ക് നീണ്ട മുടിയല്ല. ഷീ വാസ് വിയറിംഗ് എ ഫ്രോക്ക്, അവളൊരു ഫ്രോക്കാണ് ധരിച്ചിട്ടുണ്ടായിരുന്നത്. ദ ലിറ്റിൽ ബോയ് വാസ് ക്രൈങ്, ആ കുഞ്ഞു കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഐ വെന്റ് ടുവേർഡ്സ് ഹിം, ഞാൻ അവൻ്റെ അടുത്തേക്ക് പോയി. ഐ ആസ്ക്ഡ്, ഞാൻ അവനോട് ചോദിച്ചു. വൈ ആർ യു സാഡ്, എന്താ നിനക്ക് വിഷമം, എന്തു പറ്റി? ദ ലിറ്റിൽ ബോയ് സാഡ്, അങ്കിൾ ഐ വോണ്ട് ടു സിറ്റ്, അപ്പോൾ ആ കുഞ്ഞുകുട്ടി പറഞ്ഞു, അങ്കിൾ എനിക്ക് ഇരിക്കണം. മൈ ലെഗ്സ് ആർ പെയിനിങ്, എൻ്റെ കാലുകളൊക്കെ വേദനിക്കുന്നു. ഹി വാസ് ഇൻ അഗ്നി, അവന് ഭയങ്കര വിഷമമായിരുന്നു. ഐ വാണ്ടഡ് ടു ഹെൽപ്പ് ദ ചൈൽഡ്, എനിക്ക് ആ കുട്ടിയെ സഹായിക്കണമെന്നുണ്ട്. സോ ഐ ആസ്ക്ഡ് ദ പാസഞ്ചേഴ്സ് ടു ഗീവ് ദം എ സീറ്റ്, അതുകൊണ്ട് ഞാൻ യാത്രക്കാരോട് ചോദിച്ചു ഇവർക്കൊന്ന് സീറ്റ് കൊടുക്കുമോ. ബട്ട് ദേ റെഫ്യൂസ്ഡ് ടു ഡു സോ, പക്ഷേ അവരത് ചെയ്യാൻ കൂട്ടാക്കിയില്ല. They scolded me for asking them to give up a seat for the mother and the children. അപ്പോൾ അവര് ഈ അമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഞാൻ സീറ്റ് ചോദിച്ചതിന് എന്നെ കുറേ വഴക്ക് പറഞ്ഞു. I was appalled by their odd behavior. അവരുടെ ഈ വിചിത്രമായ സ്വഭാവം കണ്ടിട്ട് ഞാനൊന്ന് ഞെട്ടി. അപ്പോൾ നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലായി കാണാം, ഞാൻ ഔട്ട്ലൈനിലെയും ചില സെൻറ്റൻസുകൾ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ ഈ ക്യാരക്ടേഴ്സ് തമ്മിൽ സംസാരിക്കുന്ന സംഭാഷണവും അവിടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തത് നോക്കാം.
Again, I looked at the boy. ഞാൻ വീണ്ടും ആ കുട്ടിയെ നോക്കി. He was sad. അവന് ഭയങ്കര വിഷമമുണ്ട്. I felt sorry for him. അവൻ്റെ അവസ്ഥയിൽ എനിക്കും വിഷമം തോന്നി. I should do something for them. അവർക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. I made up my mind. ഞാൻ എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തി. At last, I decided to search the ticket examiner. അവസാനം ഞാൻ ടിക്കറ്റ് എക്സാമിനറിനെ കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു. After a few minutes, I found the ticket examiner. അപ്പോൾ കുറച്ച് മിനിറ്റിന് ശേഷം ഞാൻ ടിക്കറ്റ് എക്സാമിനറിനെ കണ്ടെത്തി. I told him the matter. ഞാൻ അയാളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. He came to the berth. ഞങ്ങൾ നിൽക്കുന്ന ബർത്തിലേക്ക് അദ്ദേഹം വന്നു. He said to the passengers. അദ്ദേഹം പാസഞ്ചേഴ്സിനോട്, യാത്രക്കാരോട് പറഞ്ഞു, Listen everyone, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. I'm Ramesh, the ticket examiner. എൻ്റെ പേര് രമേഷ് ആണ്, ടിക്കറ്റ് എക്സാമിനർ ആണ് ഞാൻ. Show me your tickets. നിങ്ങൾ ടിക്കറ്റ്സ് എന്നെ കാണിക്കൂ. I will take action against those who don't have tickets. ടിക്കറ്റുകൾ ഇല്ലാത്തവർക്കെതിരെ ഞാൻ നടപടി എടുക്കും. Hearing this, the people without tickets hurriedly got out. ഇത് കേട്ടപ്പോഴേക്കും ടിക്കറ്റ് ഇല്ലാത്തവര് വേഗം അവിടെ നിന്ന് പുറത്തേക്ക് പോയി. Life is unpredictable. ജീവിതം നമുക്ക് പ്രവചിക്കാൻ പറ്റാത്തതാണ്. Anything can happen at any time. എപ്പോഴാണെങ്കിലും എന്തും സംഭവിക്കാം. Finally, the woman and the children got the seat. അവസാനം ആ അമ്മയ്ക്കും ആ കുട്ടികൾക്കും സീറ്റ് കിട്ടി. I thanked the ticket examiner and the family thanked me. ഞാൻ ആ ടിക്കറ്റ് എക്സാമിനോട് നന്ദി പറഞ്ഞു, ആ കുടുംബം എന്നോടും നന്ദി പറഞ്ഞു. You know, we should help others without expecting anything from them. നിങ്ങൾക്കറിയാമോ, നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണം, അതുപോലെ അവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാനും പാടില്ല. എന്നാൽ സഹായം ചെയ്യുമ്പോൾ സെൽഫ്ലെസ് ഹെൽപ്പ് വേണം ചെയ്യാൻ. I felt proud. എനിക്ക് ഭയങ്കര അഭിമാനം തോന്നി. ഇങ്ങനെയാണ് നമുക്കൊരു സ്റ്റോറിയുടെ ഔട്ട്ലൈൻ നൽകിയാൽ നമ്മൾ മനോഹരമായ ഒരു കഥ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതോടുകൂടി ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.